ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു രാജ്മയുടെ റെസിപ്പിയുമായിട്ടാണ്. രാജ്മ പയർ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. രാജ്മ അല്ലെങ്കിൽ റെഡ് കിഡ്നി ബീൻ എന്ന് പറയും ഇതിന്. രാജ്മ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി കുതിർന്ന് വന്നതിന് ശേഷം നമ്മൾ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ആ കുക്കറിലിട്ട് ഞാനങ്ങനെ വേവിച്ചെടുത്തിട്ട് ഞാനിത് ഒരു പാനിലോട്ട് മാറ്റിയതാണ്. ഇപ്പം രാജ്മയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഈ വെള്ളം ഒന്ന് ചെറുതായി വറ്റി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം. അതാണ് ഇതിൻ്റെ അടിപൊളി ടേസ്റ്റാണ് തേങ്ങ ചേർത്താൽ. അതിന് ശേഷം നമുക്ക് തേങ്ങയൊന്ന് നന്നായി അതിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് 2 പച്ചമുളക് നടുവേ കീറിയത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു എരിവ് ഇരിക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇപ്പോൾ നമ്മുടെ രാജ്മയൊക്കെ നന്നായി വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ രാജ്മ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിന് പുഴുക്ക് എന്ന് പറയും. അപ്പം വൈകുന്നേരം ഒരു കട്ടൻ്റെ കൂടെ രാജ്മ പുഴുക്കും അടിപൊളിയാണ്. നിങ്ങളിതൊന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അയക്കണം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട്. അപ്പോൾ രാജ്മ പയർ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കാത്തവർ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് രാജ്മ പയർ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.